നമസ്കാരം, വ്ളോഗേട്ടനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതേ നമ്മുടെ സ്നേഹതീരത്തിനടുത്താണ്. തൃശ്ശൂർ സ്നേഹതീരത്തിനടുത്ത്. ഇത് അറപ്പത്തോട് എന്നൊക്കെ പറയും. തളിക്കുളം അറപ്പത്തോട് അവിടെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇന്ന് രാവിലെ ആണ് സമയം. അത്യാവശ്യം നല്ല റഫാണ്. സ്നേഹതീരത്ത് ഒക്കെ പോയപ്പോൾ അവിടെയൊന്നും ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല ഇപ്പോൾ. കാരണം കടൽ അത്രയും റഫാണ്. കടലിലൊന്നും ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഇവിടുത്തെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഈ അറപ്പത്തോട്ടിലേക്കൊക്കെ നല്ലതുപോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. സാധാരണ ഈ അറപ്പത്തോട്ടിലേക്ക് ഇവിടെയൊക്കെ മൂടിക്കെടുക്കുമായിരുന്നു. കുറച്ച് നാൾ മുമ്പ് വരെ ഇവിടെ എല്ലാം മൂടിക്കെടുക്കുമായിരുന്നു. മണലൊക്കെ മൂടിക്കെടുക്കുമായിരുന്നു. അറപ്പത്തോടുമായിട്ട് കടലും അറപ്പത്തോടുമായിട്ട് ബന്ധമൊന്നുമില്ലാതെ അങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടോ, അറപ്പത്തോട്ടിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഓരോ തിരയിലും നല്ലതുപോലെ വെള്ളം പോകുന്നുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ കരയിലേക്കൊക്കെ നല്ലപോലെ വെള്ളം കയറുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ കുഴിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിൽ തന്നെ കുഴിച്ച് കൊണ്ടുപോകുന്നുണ്ട്. കുഴിപ്പൻ തിരമാലകൾ നല്ലതുപോലെ മണൽ കുഴിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടേക്കൊക്കെ മണ്ണ് നല്ലതുപോലെ കുഴിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അവരൊക്കെ കണ്ടില്ല, കുഴിച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ അവിടെ മാത്രമല്ല കേട്ടോ പ്രശ്നം, എല്ലായിടത്തും പ്രശ്നമുണ്ട്. ഇതിപ്പോൾ തളിക്കുളം പഞ്ചായത്തിലാണ് വരുന്നത്. ഇവിടെയും നല്ലപോലെ തന്നെ കടലാക്രമണം രൂക്ഷമാണ്. അവിടെ ഒരു വീട് ഹോം സ്റ്റേ റിസോർട്ടുകളൊക്കെ ഒരുപാടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അത്. ഇപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ കടൽ നല്ല റഫായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ മഴ ഒക്കെ കൂടുകയാണെങ്കിൽ ഇതിനേക്കാളും രൂക്ഷമാവും സംഭവം. എന്തായാലും കടപ്പുറത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നവർ, ബീച്ചിലേക്കൊക്കെ പോകുന്നവർ പരമാവധി അത് ഒഴിവാക്കുക. ഈ ഒരു സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്, നമ്മുടെ സേഫ്റ്റിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ നല്ലത്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ. ഞാൻ ഈ വഴിക്ക് ബീച്ച് റോഡ് വഴി ഒന്ന് പോകുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഇതൊന്ന് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് ബാക്കി കാഴ്ചകളും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വാടാനപ്പള്ളി ബീച്ചിലാണ് കേട്ടോ. ഇവിടെയും അത്യാവശ്യം കടൽ നല്ലപോലെ തന്നെ കയറിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നല്ലപോലെ കയറിയതിൻ്റെ അടയാളങ്ങൾ കാണുന്നുണ്ട്. കാരണം ഈ ചപ്പും ചവറൊക്കെ കടലിൽ നിന്ന് കൊണ്ട് കയറ്റിയിട്ടിരിക്കുന്നതാണല്ലോ, ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ അത്ര വലിയ പ്രശ്നമില്ല. എന്നാലും കടൽ കുറച്ചുകൂടി കൂടുകയാണെങ്കിൽ നല്ലപോലെ തന്നെ കയറും. പക്ഷേ ബീച്ചിൽ ഇറങ്ങാനോ അങ്ങനെയുള്ള ആക്ടിവിറ്റികൾക്കൊന്നും എന്തായാലും പറ്റില്ല. മുമ്പൊക്കെ വാടാനപ്പള്ളി ബീച്ച് എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. കാരണം നല്ല രീതിയിൽ കടലിൽ ഇറങ്ങാനും കുളിക്കാനും ഇതിനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല. ഒരുപാട് സാധനങ്ങൾ കൊണ്ട് കരക്കി കയറ്റിട്ടിരിക്കുന്നത്. അതൊരു കുമ്പളങ്ങയൊക്കെ കൊണ്ട് കയറ്റിയിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണോ കുമ്പളങ്ങ? ഈ കുമ്പളങ്ങയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കേട്ടോ, മന്ത്രമൊക്കെ ഞാൻ തോന്നുന്നുണ്ട്. കുമ്പളങ്ങയിലും കൂടോത്രം ചെയ്യുമോ? പണ്ട് നമുക്ക് പുഴയിൽ നിന്ന് ഒരു മുട്ടയിൽ കൂടോത്രം ചെയ്ത് കിട്ടിയത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കുമ്പളങ്ങയിലത്തെ കൂടോത്രം ഉണ്ടോ? എന്തൊക്കെ തരം കൂടോത്രങ്ങളല്ലേ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് വന്നു കേട്ടോ. തൃപ്രയാർ വഴി ഇങ്ങനെ കറങ്ങി സ്നേഹതീരം, വാടാനപ്പള്ളി ബീച്ച് ഇതൊക്കെ ഇങ്ങനെ കറങ്ങി തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ കടൽ നല്ല കൂടുതലാണല്ലോ. കടൽ അങ്ങനെ കൂടി നിൽക്കുന്ന ദിവസം ഉണ്ടല്ലോ, പുഴയിലേക്കും നല്ലപോലെ വെള്ളം കയറും. കണ്ടോ, പുഴയിൽ നിന്ന് അത്യാവശ്യം നല്ല ഏറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞണ്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ. കാരണം പുഴയിലേക്ക് നല്ലവണ്ണം കടലിൽ നിന്ന് വെള്ളം കയറുന്ന ദിവസം കൂടുതൽ ഞണ്ട് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്ന് ഞണ്ടിനെ പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. വല ഒക്കെ സെറ്റാക്കി
ഞണ്ടിനെ പിടിക്കാൻ ഇറങ്ങിയതാട്ടാ. എന്തായാലും ഇട്ട് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ പുഴയിലാണ് ഞണ്ട് പിടിച്ചത്. ഇന്ന് ഇവിടെ ഇട്ട് നോക്കാം, എന്തെങ്കിലും കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ഈ ഇറക്കം ഏറ്റം പോണതിന് മുന്നേ പെട്ടെന്ന് ഇറക്കാവും. അപ്പോൾ അതിന് മുന്നേ ഇവിടേക്ക് ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ ആവട്ടെ. എന്തായാലും കിട്ടണമെങ്കിൽ കാണിച്ചു തരാം. ഇത് നമ്മുടെ മെയിൻ പുഴ, ആ പാലം ഒക്കെ ഉള്ള പുഴയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇടാൻ പോണത്. അപ്പോൾ നമ്മൾ ഒരു 4 വല ഇട്ടിട്ടുണ്ട്. സമയം 12:30 ആയി. ഒരു 10-15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ വന്നിട്ട് വലിച്ചു നോക്കാം. നല്ല ഞണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ, മറ്റേ മഡൊക്കെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയാണ്. സാധാരണ ചെറിയ ഞണ്ട് കിട്ടിയാലും കുഴപ്പമില്ല, നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ നടക്കും. പക്ഷേ മഡൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല വില കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഈ സമയത്ത് അങ്ങനത്തെ ഞണ്ട് കിട്ടാൻ ചാൻസ് ഒക്കെ ഉണ്ട്. എപ്പോഴാണ് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ പരീക്ഷിക്കാതിരിക്കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വല ഇട്ടിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പോയൊന്ന് നോക്കാം. ഇതിലൊന്നുമില്ല കേട്ടാ, ഇവിടെ വലിക്കാൻ പാടാണ്. പുറത്തിടാം, അതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് വല വലിക്കാം. അടുത്തത് ഒക്കെ കാടിൻ്റെ ഉള്ളിലാണ്, അതാണ് പ്രശ്നം. ഞണ്ടുണ്ട് കേട്ടോ അതിൽ, കണ്ട വലിയ തിരക്കേടില്ല. മഡിൻ്റെ കുട്ടിയാണ്. അമ്പടാ വലിയ ഞണ്ട് കേട്ടാ, ഇറുക്കങ്കാലില്ലാത്ത ഞണ്ട്. നോക്കിയേ, ഇറുക്കങ്കാലം എങ്ങനെയോ നഷ്ടപ്പെട്ടുള്ളതാ കേട്ടോ. കാരണം പേടിക്കണ്ട, ഇറുക്കൂല, കൈ കൊണ്ടനെ പിടിക്കാം. കണ്ട കിട്ടുക്ക ഞണ്ടാട്ടോ അത്. നല്ല അടിപൊളി ഞണ്ട്, നല്ല സൈസുള്ള ഞണ്ട്. പക്ഷെ കാലില്ല, ഇറുക്കങ്കാലില്ല. ഇങ്ങനത്തെ ഞണ്ടുകൾക്ക് ഇറുക്കങ്കാലൊക്കെ നഷ്ടപ്പെടാറുണ്ട്. നഷ്ടപ്പെട്ടാലും പിന്നെയും വരും, അതാണ് ഞണ്ടിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും നല്ല ഞണ്ടാണ്. പച്ച ഞണ്ട് കണ്ടാ, അടിപൊളി. ഇവനെ കെട്ടണം.